ഹലോ ഗുഡ് മോർണിംഗ് വെൽക്കം ബാക്ക് ടു ദ ചാനൽ. അപ്പോൾ ഇന്ന് നമ്മൾ ഡേ 2 ആണ് കേട്ടോ, ഡയറ്റ് ചലഞ്ചിൻ്റെ ഡേ 2 ആണ്. അപ്പോൾ ഈ വീഡിയോയിൽ ഇനി ഡേ 2ൽ ഞാൻ എന്തൊക്കെ ഫുഡാണ് പ്രിപ്പയർ ചെയ്തത്, നമ്മൾ എന്തൊക്കെ ഫുഡാണ് കഴിച്ചത് എന്നൊക്കെ ഉള്ളത് ഉൾപ്പെടുത്തിയിട്ടുണ്ട് കേട്ടോ. നമ്മൾ ഡെയിലി ഒരേ രീതിയിലുള്ള ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരു മടുപ്പ് വരുമല്ലേ. അപ്പോൾ ഓരോ ദിവസം പലതരത്തിലുള്ള ഫുഡുകൾ കഴിക്കാൻ നോക്കുക, അപ്പോഴാണ് നമുക്ക് ഡയറ്റ് ഒന്ന് മുൻപോട്ട് കൊണ്ടുപോകാനായിട്ട് പറ്റുള്ളൂ. അങ്ങനെ ഞാൻ കുറച്ച് നേരം അവിടെ പുറത്തേക്ക് ഒന്ന് നോക്കി നിന്ന് നിസ്കാരമൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞിട്ട് ഞാൻ കിച്ചണിലോട്ട് കയറി കേട്ടോ. അപ്പോൾ കയറിയപ്പോൾ ഫസ്റ്റ് തന്നെ ഞാൻ ചെയ്യണത് ഇതുപോലെ എന്തെങ്കിലുമൊക്കെ ഖുറാൻ ഫോണിൽ ഓണാക്കി വെച്ചിട്ട് അത് കേട്ടിട്ടായിരിക്കും കിച്ചണിൽ ജോലികൾ ചെയ്യുക. എപ്പോഴും ഇതുപോലെയല്ല കേട്ടോ, ചില സമയത്ത് ഇതുപോലെ ചിലപ്പോൾ എന്തെങ്കിലും ദിക്കറുകളും കാര്യങ്ങളൊക്കെ ആയിരിക്കും, അല്ലെങ്കിൽ എന്തെങ്കിലും പാട്ടുകൾ ഒക്കെ ആയിരിക്കും കേട്ടോ. അത് അപ്പോഴത്തെ മൈൻഡ് അനുസരിച്ചിരിക്കും. അപ്പോൾ ഇത് ഓണാക്കി വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ ചെയ്യണത് ഐബൂസിൻ്റെ വാട്ടർ ബോട്ടിൽ, പാൽ കുടിക്കുന്ന കുപ്പി, ഇതൊക്കെ ഉണ്ടാവും. അതൊക്കെ ഒന്നും കൂടി ഒന്ന് കഴുകി വെള്ളമൊക്കെ ഒഴിച്ചിട്ട് അവിടെ ഒന്ന് മാറ്റി വെക്കും. പിന്നെ അടുത്തത് ഞാൻ ചെയ്യുന്നതാണ് കുടിക്കാനുള്ള വെള്ളം ഇതുപോലെ ഒരു കുപ്പിയിൽ ഞാൻ നിറച്ച് വെക്കും. ഇത് ഡയറ്റ് തുടങ്ങിയതിന് ശേഷം വന്നേക്കണ ഒരു ശീലമാണ് കേട്ടത്. അല്ലെങ്കിൽ ഞാൻ എപ്പോഴും ദാഹിക്കണം എപ്പോഴാന്ന് വെച്ച് കഴിഞ്ഞാൽ അപ്പം ഞാൻ കിച്ചണിൽ കയറിയിട്ട് വെള്ളം എടുത്ത ഒരു ഗ്ലാസ് കുടിക്കുന്നല്ലാണ്ട് ഇങ്ങനെ ചെയ്ത് വെക്കാറില്ല. ഇതിപ്പോൾ ഡയറ്റ് ആയപ്പോൾ ഒരു കുടിക്കാനുള്ള ഒരു ടെൻഡൻസി വരാൻ വേണ്ടിയിട്ട് ഞാൻ ഇതുപോലെ കുപ്പിയിലാക്കി വെക്കോട്ടെ. ഇതിപ്പോൾ ഒരു ചെറിയ 500 ml കുപ്പിയാണ്. കുറച്ചും കൂടി വലിപ്പമുള്ള ഒരു 1 ലിറ്ററിൻ്റെ ഒരു കുപ്പിയുണ്ട്. അപ്പോൾ ഇത് രണ്ടും 1.5 ലിറ്റർ ഞാൻ എപ്പോഴും നിറച്ചവിടെ വെക്കാറുണ്ട് കേട്ടോ. വലിയ കുപ്പി ഞാൻ റൂമിലിരിക്കണാറുണ്ട് എടുക്കാൻ പോയില്ല, കാരണം അത് എടുക്കാൻ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ചിലപ്പോൾ എന്തെങ്കിലും സൗണ്ട് കേട്ടാൽ ഞാൻ ഐബൂസ് എഴുന്നേക്കും. ഇന്നാണെങ്കിൽ ഐബൂസ് രാവിലെ തന്നെ എഴുന്നേറ്റോ, നമ്മളുടെ ഉറക്കമൊക്കെ പോയി ആകെ കിളി പോയിരിക്കുന്ന ഒരു അവസ്ഥയിലാണ്. എങ്കിലും നമുക്ക് ഡയറ്റ് സ്റ്റാർട്ട് ചെയ്ത സ്ഥിതിക്ക് അത് നമുക്ക് അതിന് വേണ്ടിയുള്ള ഫുഡുകളും കാര്യങ്ങളും ഉണ്ടാക്കാതിരിക്കാൻ പറ്റില്ലല്ലോ. അപ്പം ഞാൻ എന്തായാലും ഇനി കിടക്കണ്ട, കിച്ചണിലേക്ക് കയറിയേക്കാമെന്ന് വിചാരിച്ചിട്ട് പിന്നെ ഞാൻ ഉറങ്ങാൻ നിന്നില്ല കേട്ടോ. കടല ചാറ്റ് മസാല ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ കുക്കറിൽ വേവിക്കാൻ വെച്ചതാണ് കേട്ടോ. ഇത് കുറച്ച് സാമ്പാർ കഷ്ണം ഇരിപ്പുണ്ടായി. അപ്പം നമുക്ക് ഡയറ്റിന് പറ്റുന്ന കഷ്ണങ്ങൾ മാത്രം തിരഞ്ഞെടുത്തുകൊണ്ടും ഈ കൂട്ടുകറി വെക്കൂലേ അതേ രീതിയിൽ ഒരു ജസ്റ്റ് എന്തെങ്കിലും ഒരു കൂട്ട് ഒലുത്ത് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. നമ്മളവിടെ ഒലുത്തുന്നാണ് കേട്ടോ ഈ തോരനെ മെഴുക്ക് വരട്ടീനൊക്കെ പറയണത്. അപ്പോൾ അതുകൊണ്ടിട്ടാണ് ഞാൻ ഈ ഒലുത്തെന്ന് പറഞ്ഞത്. അപ്പോൾ അത് അങ്ങനെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് വെച്ചേക്കുന്നതാണ്. ഇത് നമ്മൾ ഫ്രിഡ്ജ് ഓർഗനൈസ് ചെയ്ത വീഡിയോയിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു ഞാൻ. ഇതത്ര ഫ്രഷ് അല്ലായിരുന്നു നമുക്ക് കിട്ടിയ ടൈമിൽ തന്നെ. ഇപ്പോഴും അതേ രീതിയിൽ തന്നെ ഇരിപ്പുണ്ട് കേട്ടോ. പിന്നെ വേപ്പിലയാണെങ്കിലും അതേ ഫ്രഷ്നെസ്സോടുകൂടി തന്നെയാണ് ഇരിക്കുന്നത്. അപ്പോൾ നമ്മൾ ഇതുപോലെ ചെയ്ത് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ കുറേ നാൾ നമുക്ക് കേടുകൂടാതെയൊക്കെ ഇരിക്കും കേട്ടോ. അപ്പം ജസ്റ്റ് നോക്കിയിട്ട് ആ ടിഷ്യൂ ഒക്കെ നനഞ്ഞിട്ടുണ്ടെങ്കിൽ ആ നനഞ്ഞ ടിഷ്യൂ മാറ്റിയിട്ട് വീണ്ടും ഉണക്കമുള്ള നല്ല ഡ്രൈ ആയിട്ടുള്ള ടിഷ്യൂ വീണ്ടും എടുത്ത് വെക്കാമെന്ന് മാത്രം. നമ്മൾ തോരൻ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് കഷ്ണങ്ങൾ എടുത്തപ്പോൾ ഞാൻ പറഞ്ഞിരുന്നു സാമ്പാർ കഷ്ണത്തിൽ നിന്ന് പറ്റാത്ത കഷ്ണങ്ങൾ മാറ്റി വെച്ചിട്ട് പറ്റണത് മാത്രമേ ഞാൻ എടുത്തിട്ടുള്ളൂ എന്ന്. അത് നമുക്ക് ഡയറ്റിൽ ഉരുളക്കിഴങ്ങ് അലൗഡ് അല്ല കേട്ടോ. പിന്നെ അത് മാത്രമല്ല, നമുക്ക് മധുരക്കിഴങ്ങ് അതുപോലെ തന്നെ കപ്പ ഇതൊന്നും നമുക്ക് ഡയറ്റിൽ അലൗഡ് അല്ല. പിന്നെ ഫ്രൂട്ട്സിൻ്റെ കേസിൽ വരുമ്പോൾ മാങ്ങ, മുന്തിരി, ആപ്പിൾ ഇത് മൂന്നും നമുക്ക് അലൗഡ് അല്ല കേട്ടോ. ഇത് ഒഴിച്ച് പച്ചക്കറിയിലാണെങ്കിലും ഫ്രൂട്ട്സിലാണെങ്കിലും ബാക്കി എന്ത് ഐറ്റംസും നമുക്ക് കഴിക്കാം. ഇതിപ്പോൾ ചിക്കൻ റോസ്റ്റിന് വേണ്ടിയിട്ടുള്ള മസാല തയ്യാറാക്കുന്നതാണ് കേട്ടോ. നമ്മൾ തോരന് വേണ്ടിയിട്ടുള്ള പച്ചക്കറിയൊക്കെ വെന്ത് കഴിഞ്ഞു. എനിക്ക് ചിക്കനാണെങ്കിലും ബീഫാണെന്നുണ്ടെങ്കിലും എനിക്ക് കുറച്ച് തിക്ക് ഗ്രേവിയിലുള്ള ഒരു കറിയാണ് ഇഷ്ടം. പക്ഷേ ഇപ്പോൾ നമ്മൾ ഡയറ്റിൽ ആകെ ഒരു ചപ്പാത്തിയല്ല നമ്മൾ കഴിക്കുന്നുള്ളൂ, പിന്നെ ചോറൊന്നും കഴിക്കുന്നില്ലല്ലോ. അപ്പോൾ നമ്മൾ ഈ കറി രൂപത്തിൽ ഉണ്ടാക്കിയാലും അത് നമുക്ക് കഴിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടല്ലേ. അത് കാരണം കൊണ്ട് ഞാനൊരു ഡ്രൈ റോസ്റ്റ് രീതിയിലാണ് ഉണ്ടാക്കുന്നത്. ഇന്നലെ കഴിഞ്ഞ വീഡിയോയിൽ ബീഫിൻ്റെ വരട്ടിയത് കണ്ടപ്പോഴും ആ ഒരു കൺസിസ്റ്റൻസിയിലാണ് ഞാൻ ഉണ്ടാക്കി വെച്ചത്. അതാണ് നമുക്ക് പിന്നെയും ഈ ഡയറ്റിലൊക്കെ കഴിക്കാൻ എളുപ്പം. അപ്പോൾ ഞാൻ ആ രീതിയിലാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ഇടയ്ക്ക് ഞാൻ ഒന്നും കൂടി ഒന്ന് ഹാളിലോട്ട് വന്ന്, നേരത്തെ വന്നിട്ട് ഞാൻ AC ഒന്ന് ഓണാക്കി ഇട്ടിട്ട് പോയായിരുന്നു. കിച്ചണിലാണെങ്കിൽ നമ്മൾ ഡോർ അടച്ചിട്ടിട്ടാണ് പണി ചെയ്യണത്. അപ്പോൾ ഐബൂസ് സൗണ്ട് കേട്ട് കഴിഞ്ഞാൽ എഴുന്നേക്കണ്ടെന്ന് വിചാരിച്ചിട്ടാണ് ഡോർ അടച്ചിടുന്നത്. അപ്പോൾ ചൂടെടുത്തിട്ട് ഒന്നിച്ച് തണുപ്പൊള്ളാൻ വേണ്ടിയിട്ട് ഹാളിലോട്ട് വന്നതാണ്. അപ്പോഴാണ് ഞാൻ കർട്ടൻ അങ്ങോട്ട് ഫുള്ളായിട്ട് വലിച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ കർട്ടനൊക്കെ ഒന്ന് വലിച്ചിട്ട് വീണ്ടും കുറച്ച് നേരം അവിടുത്തെ ഇതൊക്കെ ഒന്ന് നോക്കി. അപ്പോൾ ഇന്ന് നോക്കുമ്പോഴാണെങ്കിൽ ചെറിയൊരു മഴക്കാറൊക്കെ കാണുന്നുണ്ട് പുറത്ത്. ഇനിയിപ്പോൾ ചൂട് കുറയാൻ വേണ്ടിയിട്ടൊരു പൊടിക്കാറ്റ് അല്ലെങ്കിൽ ഒരു ചെറിയൊരു മഴയൊക്കെ സ്വാഭാവികമാണ്, ഉണ്ടാവാറുണ്ട്. ഇനി അതിന് വേണ്ടിയിട്ടുള്ളതാണോ എന്നറിയില്ല. ഓഗസ്റ്റ് ലാസ്റ്റൊക്കെ ആകുമ്പോഴത്തേക്കും ചൂടൊക്കെ ഒന്ന് ചെറുതായിട്ടൊന്ന് കുറഞ്ഞു തുടങ്ങും എന്നാണ് വിശ്വസിക്കുന്നത്. അപ്പോൾ വീണ്ടും തണുപ്പൊക്കെ ഒന്ന് കൊണ്ടു കഴിഞ്ഞപ്പോൾ കിച്ചണിലോട്ട് തന്നെ വന്നു.
ഇത് ചാറ്റ് മസാലക്ക് വേണ്ടിയിട്ട് കട്ട് ചെയ്ത് വെച്ചേക്കുന്നതാണ്. അപ്പോൾ അറിയില്ലാത്തവർക്ക് ഞാൻ പെട്ടെന്നൊന്ന് പറഞ്ഞുതരാം കേട്ടോ. നല്ല ജീരകം ഒന്ന് പൊട്ടിച്ചതിന് ശേഷം വെളുത്തുള്ളി, സവാള ഒന്ന് വഴറ്റുക. എന്നിട്ട് അതിലേക്ക് നമ്മൾ വേവിച്ച് വെച്ചേക്കണ കടല അതിലോട്ട് ഇട്ട് കൊടുക്കുക. മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ഉപ്പ് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് ഡ്രൈ ആക്കി എടുക്കുക കേട്ടോ. ഞാൻ ചേർത്തപ്പോൾ കുറച്ച് വെള്ളം ചേർന്ന്, അപ്പോൾ അതാരം കൊണ്ട് ഒന്ന് ഡ്രൈ ആക്കാൻ വേണ്ടിയിട്ട് വെച്ചേക്കാണ്. അപ്പോൾ വെള്ളമൊക്കെ വറ്റി നല്ല ഡ്രൈ ആയി വന്നു കഴിഞ്ഞതിന് ശേഷം അതിലോട്ട് കുറച്ചും കൂടി ഒന്ന് കുരുമുളക് പൊടി ഇട്ട് കൊടുക്കുക, മല്ലിച്ചപ്പും കൂടി ഇട്ട് കൊടുക്കുക കേട്ടോ. പിന്നെ നമ്മൾ കഴിക്കാൻ നേരത്ത് അതിൻ്റെ മേലോട്ട് ഫ്രഷ് ആയിട്ടുള്ള നമ്മൾ കട്ട് ചെയ്ത് വെച്ചേക്കുന്ന സവാളയും കൂടി ചേർത്തിട്ട് കഴിക്കുന്നത് നല്ല ടേസ്റ്റാണ് കേട്ടോ. ഇതിപ്പോൾ നമുക്ക് ഒരു ബൗള് തൈരും കൂടി നമ്മുടെ ഡയറ്റിൽ അലൗഡാണ് ഉച്ചക്കത്തെ ലഞ്ചിൻ്റെ കൂട്ടത്തിൽ. അപ്പോൾ ഞാനിത് റൈറ്റായിട്ട് ചെയ്ത് കൊടുത്തതാണ് കേട്ടോ. തൈര് മാത്രമായിട്ട് കഴിക്കുമ്പോൾ ഹസ്ബൻഡിന് ഭയങ്കര ഒരു ബുദ്ധിമുട്ട്. അപ്പോൾ ഇത് നമ്മൾ വെജിറ്റബിൾസ് ഒക്കെ ആഡ് ചെയ്ത് സലാഡ് രൂപത്തിലൊക്കെ ആക്കി കൊടുത്തു കഴിഞ്ഞാൽ കഴിക്കാൻ കുറച്ചും കൂടി ഈസി ആയിരിക്കും. അപ്പോൾ അത് കാരണം കൊണ്ട് ഞാൻ അങ്ങനെ ഒന്ന് പ്രിപ്പയർ ചെയ്ത് വെച്ചതാണ്. അപ്പോൾ നമുക്ക് ലഞ്ചിലേക്കുള്ള ഫുഡൊക്കെ പ്രിപ്പയർ ചെയ്ത് കഴിഞ്ഞട്ടോ. അപ്പോൾ ഞാൻ കൈയോടെ തന്നെ ഹസ്ബൻഡിൻ്റെ ലഞ്ച് ബോക്സ് ഞാനൊന്ന് പാക്ക് ചെയ്ത് വെക്കാണ്. ഞാൻ കിച്ചണിൽ കയറി കഴിഞ്ഞ് കഴിയുമ്പോൾ എപ്പോഴും ഫസ്റ്റ് ലഞ്ചിൻ്റെ കാര്യങ്ങളാണ് കേട്ടോ ഫസ്റ്റ് നോക്കുക. അതിന് ശേഷമാണ് ബ്രേക്ക്ഫാസ്റ്റിലോട്ട് പോവുകയുള്ളൂ. ഇപ്പോൾ ഹസ്ബൻഡിൻ്റെ ലഞ്ച് ബോക്സും ഒക്കെ ഓക്കെ ആയി കഴിഞ്ഞാലും കൊണ്ട് ഞാനും ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാൻ പോവുകയാണ്. ഇന്ന് സ്പാനിഷ് ഓംലേറ്റ് ആണ് കേട്ടോ ഉണ്ടാക്കുന്നത്. ഇത് ഉണ്ടാക്കുന്നതിൻ്റെ വീഡിയോ ഞാൻ ഷോർട്സിൽ ഇട്ടിട്ടുണ്ട്. വേറെ പ്രത്യേകിച്ചൊന്നുമില്ല. ഒരു 3 മുട്ടയാണ് ഒരാൾക്ക് രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് എടുക്കേണ്ടത്. അപ്പോൾ അതിലേക്ക് കുറച്ച് വെജിറ്റബിൾസ് നമുക്ക് കഴിക്കാൻ ഇഷ്ടമുള്ള വെജിറ്റബിൾസ് ക്യാബേജ്, ക്യാരറ്റ്, ക്യാപ്സിക്കം ഇതൊക്കെ ഇടാം കേട്ടോ. സവാള, തക്കാളി, പച്ചമുളക് ഇതെല്ലാം ഇടാം. ഞാൻ തക്കാളി, പച്ചമുളക് ഇട്ടിട്ടില്ല. അതിന് പകരം ചില്ലി ഫ്ലേക്സും കുറച്ച് കുരുമുളക് പൊടിയും കൂടി ഇട്ടിട്ടുണ്ട് കേട്ടോ. പിന്നെ മല്ലിയിലയും ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ നിങ്ങളുടെ ഇഷ്ടാനുസരണം ചേർത്തിട്ട് ഇതുപോലെ മുട്ട നമ്മൾ ഓംലെറ്റ് ഉണ്ടാക്കില്ലേ അതുപോലെ തന്നെ ഓംലെറ്റ് ഉണ്ടാക്കിയെടുക്കുക. പിന്നെ അതാ ഹസ്ബൻഡിന് 11 മണിക്കും വൈകുന്നേരം 4 മണിക്കും കഴിക്കാനുള്ള സ്നാക്സ് ഞാനിവിടെ എടുത്ത് വെക്കുകയാണ്. ഇതിപ്പോൾ വൈകുന്നേരത്തെ സ്നാക്സ് ഞാൻ ഓൾറെഡി പാക്ക് ചെയ്ത് വെച്ച് കഴിഞ്ഞപ്പോഴാണ് ഓർത്തത് വീഡിയോ എടുത്തില്ല എന്ന്. ഞാൻ ക്യാഷ്യൂനട്ടാണ് എടുത്തേക്കണത്. 10 ക്യാഷ്യൂനട്ടും 2 ഡേറ്റ്സ് വെച്ചിട്ടുണ്ട്. ഡേറ്റ്സ് 2 എന്താണ് വെക്കണം എന്നുള്ളത് ഞാൻ കഴിഞ്ഞ ദിവസം ഇട്ട ഡയറ്റിൻ്റെ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്. പിന്നെ രാവിലെ 11 മണിയുടെ സ്നാക്സിന് ഞാൻ പിസ്ത തന്നെയാണ് വെച്ചേക്കണത്. അത് 20 എണ്ണം കേട്ടോ രാവിലെ കഴിക്കണത്. വൈകുന്നേരം 10 ക്യാഷ്യൂനട്ടും 2 ഡേറ്റ്സും പിന്നെ ബട്ടർ കോഫിയോ അല്ലെങ്കിൽ ചായയോ കുടിക്കാം. രാവിലത്തെ സ്നാക്സിനും ചായയോ ബട്ടർ കോഫിയോ കുടിക്കാം. അപ്പോൾ ഈ സ്നാക്സ് ഐറ്റത്തിനൊക്കെ പറ്റി കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ട് ഞാൻ ഇതിന് മുന്നിട്ടാണ് വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്. അത് കണ്ടിട്ടില്ലാത്തവർ അതും കൂടി ഒന്ന് പോയി കണ്ടു നോക്കണേ. അങ്ങനെ ഞങ്ങളുടെ ബ്രേക്ക്ഫാസ്റ്റും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. ഹസ്ബൻഡിൻ്റെ ബ്രേക്ക്ഫാസ്റ്റും കഴിഞ്ഞു. ഹസ്ബൻഡ് ഡ്യൂട്ടിക്ക് പോയി. ഐബൂസിൻ്റെ ബ്രേക്ക്ഫാസ്റ്റും കഴിഞ്ഞിട്ടോ. ഇപ്പോൾ ഞാൻ വീണ്ടും കിച്ചണിലോട്ട് പോവാണ്. കാരണം നമ്മളുടെ 11 മണിയുടെ സ്നാക്സിൻ്റെ ടൈം ആയിട്ടോ. അപ്പോൾ ഞാൻ കിച്ചണിലോട്ട് പോകുമ്പോൾ അവൻ എഴുന്നേറ്റിരിക്കുന്ന ടൈമിലാണെന്നുണ്ടെങ്കിൽ കുറച്ച് ബുദ്ധിമുട്ടാണ്. അവൻ കരച്ചിലൊക്കെ ആയിരിക്കും. അപ്പോൾ അതുകൊണ്ട് ഞാൻ എനിക്ക് TV വെച്ച് കൊടുത്തുകൊണ്ടാണ് കേട്ടോ കിച്ചണിലോട്ട് പോവുക. അപ്പോൾ ഞാൻ എൻ്റെ സ്നാക്സ് ഉണ്ടാക്കണതിൻ്റെ കൂട്ടത്തിൽ ഐബോസിന് ഉച്ചക്കത്തേക്കുള്ള ചോറും വെച്ചിട്ടുണ്ട്. അപ്പോൾ കറികളുള്ളവരും കൊണ്ട് പിന്നെ ചോറ് മാത്രം വെച്ചാൽ മതി. അതുകൊണ്ടിട്ട് പിന്നെ വേറെ പണികളൊന്നുമില്ല. ഇപ്പോൾ ഞാൻ പാൽ ചായക്കാണ് വെച്ചേക്കണേ. നമുക്ക് ബട്ടർ കോഫി കുടിക്കാം. പക്ഷേ എനിക്ക് കാപ്പി ചെന്ന് കഴിഞ്ഞപ്പോൾ സൈനസിൻ്റെ ഇഷ്യൂ ഉള്ളവർക്ക് കോഫി അത്ര നല്ലതല്ല എന്ന് കേട്ടിട്ടുണ്ട്. അതുകൊണ്ടിട്ടാണോ എന്താണെന്ന് അറിയില്ല. എനിക്ക് ചെറുതായിട്ട് സൈനസിൻ്റെതായിട്ടുള്ള കുറച്ച് പ്രശ്നങ്ങൾ വരുന്നുണ്ട്. സൈനസ് ഏരിയയിലൊക്കെ കുറച്ച് വേദനയും കഫത്തിൻ്റെ ബുദ്ധിമുട്ട്, ചെവിയൊക്കെ അടയുന്ന പോലെയൊക്കെ അങ്ങനെയൊക്കെ വരുന്നുണ്ട്. അപ്പോൾ അതാരം കൊണ്ട് ഞാൻ കോഫി വേണ്ട എന്ന് വിചാരിച്ച് കോഫി മാറ്റിയിട്ട് ഞാൻ പാൽ ചായ ആക്കി കേട്ടോ. അപ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ ഞാൻ നട്ട്സ് വാൾനട്ടാണ് എടുത്തേക്കണത്. വാൾനട്ട് എനിക്ക് വലിയ ഇഷ്ടമില്ലാത്ത സാധനം കേട്ടോ. പക്ഷെ നമ്മൾ എപ്പോഴും ഒരേ രീതിയിൽ തന്നെ നട്ട്സ് കഴിച്ചുകൊണ്ടിരുന്ന് കഴിഞ്ഞാലും മടുപ്പാവണം. അപ്പോൾ അതാരം വാൾനട്ട് കഴിക്കാമെന്ന് വിചാരിച്ച് ഇത് വെള്ളം ഞാൻ കാലത്ത് എടുത്ത് വെച്ച വെള്ളം തീർന്നു കേട്ടോ. ഇനി അടുത്ത വെള്ളം എടുത്ത് വെക്കണം. എൻ്റെ സ്നാക്സൊക്കെ കഴിച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും ഐബൂസ് ഉറങ്ങി. അവൻ ഒരു 11:15 11:30 ആകുമ്പോഴത്തേക്കും ഉറങ്ങുന്ന ഒരു ടൈമാണ്. അപ്പോൾ ആ ഒരു റൊട്ടീൻ ഞാൻ എപ്പോഴും കറക്റ്റാക്കി കൊണ്ടുവരാൻ നോക്കാറുണ്ട് എപ്പോഴും.
അങ്ങനെ ഇവൻ ഉറങ്ങിക്കഴിഞ്ഞാലാണ് ബാക്കിയുള്ള പണികളൊക്കെ ചെയ്യാൻ പറ്റുള്ളൂ. ക്ലീനിങ്ങും കിച്ചൺ ആണെങ്കിലും നമ്മൾ റൂമാണെങ്കിലും ഒക്കെ ക്ലീനിങ് ഒക്കെ ഇവൻ ഉറങ്ങുന്ന ടൈമിലാണ് നമുക്ക് നടക്കുകയുള്ളൂ. അപ്പോൾ ഇതൊക്കെ കഴിഞ്ഞതിന് ശേഷം ഞാൻ എൻ്റെ ക്ലീനിങ് പരിപാടികളൊക്കെ നടത്തി കേട്ടോ. അതിനുശേഷം കറക്റ്റ് 1 മണിയായപ്പോഴത്തേക്കും ഞാൻ ലഞ്ച് കഴിച്ചു കേട്ടോ. അപ്പോൾ ലഞ്ചിൻ്റെ പ്രിപ്പറേഷൻ വീഡിയോ നിങ്ങൾ കണ്ടത് കാരണം കൊണ്ട് ഞാനിത് എന്തൊക്കെ ഐറ്റംസ് ഉണ്ടെന്നുള്ളത് ഞാൻ വീണ്ടും പറയുന്നില്ല. അപ്പോൾ നമ്മൾ ഡയറ്റിൽ ഇതാണ് കേട്ടോ. ഇത്രയും ഐറ്റംസ് കഴിക്കുന്നത് കൊണ്ട് തന്നെ നമ്മുടെ വയറ് നല്ല ഫില്ലാകും, വിശപ്പൊന്നും അങ്ങനെ ഉണ്ടാവില്ല കേട്ടോ. അപ്പോൾ ഡയറ്റ് ചലഞ്ചിൻ്റെ ഡേ 2ലെ വീഡിയോ ഇവിടെ കഴിയാണ്. ഞാൻ ഈവനിങ്ങിൽ കഴിച്ചത് ചായയും 10 ക്യാഷും 2 ഡേറ്റ്സും തന്നെയാണ് കഴിച്ചത്. പിന്നെ ഈ സെയിം ഐറ്റം തന്നെയാണ് നമ്മൾ ഡിന്നറിനുള്ളത് കേട്ടോ. അപ്പോൾ രണ്ടാമത്തെ ദിവസത്തിൽ എൻ്റെ വെയിറ്റും കൂടി കാണിച്ചിട്ട് ഈ വീഡിയോ വൈൻഡപ്പ് ചെയ്യാമെന്ന് വിചാരിച്ചു. 62.5 നിന്ന് 61.9 ആയിട്ടോ. ഒറ്റ ദിവസം കൊണ്ട് എനിക്ക് 500 ഗ്രാമാണ് കുറഞ്ഞേക്കണത്. അപ്പോൾ ഡയറ്റ് മീൽ പ്ലാനിൻ്റെ അടുത്ത വീഡിയോ ആയിട്ട് നെക്സ്റ്റ് വ്ളോഗിൽ കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.